ബുദ്ധി തെളിയിക്കാനുള്ള കൊഗ്നിറ്റീവ് ടെസ്റ്റ് പാസ്സായെന്ന് ട്രംപ്. എന്നാ അത് ബുദ്ധി തെളിയിക്കാനുള്ളതല്ല, മറവി രോഗം ഉണ്ടോ എന്നുള്ളത് തിരിച്ചറിയാനുള്ള ടെസ്റ്റ് ആണ് നടത്തിയത് എന്ന് ഡോക്ടർമാര്. ദൈവമേ, ഇങ്ങേർക്കെന്നെ സംശയമാണെന്ന് തോന്നുന്നു. ഇങ്ങേർക്ക് ബുദ്ധി ഉണ്ടോ ഇല്ല എന്നുള്ളത്. ഞാൻ എന്ത് തേങ്ങയൊക്കെയാടാ ഈ പറയുന്നത് എന്നുള്ള ഡൗട്ട് അങ്ങേർക്ക് തന്നെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അതും ഈ ടെസ്റ്റ് ഒരു പ്രാവശ്യമൊന്നും അല്ല പുള്ളി ചെയ്തേക്കുന്നത്, 3 പ്രാവശ്യം ചെയ്തു ഈ ഒരു ടെസ്റ്റ് എന്നാണ് പറയണേ. അപ്പോ ഒരു റാലിയില് പുള്ളി പ്രസംഗിച്ചതാണ് ഇങ്ങനെ. അതായത് എന്നെ ഇങ്ങനെ ബുദ്ധിശൂന്യൻ, മണ്ടൻ എന്നൊക്കെ വിളിക്കുന്നത് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഡോക്ടറോട് ഷെയർ ചെയ്തതായിട്ടാണ് പറയണേ. എന്നെ ബുദ്ധിശൂന്യൻ, മണ്ടൻ, പൊട്ടൻ എന്നൊക്കെ വിളിക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പകരം എന്നെ ബുദ്ധിമാനായ ഒരു ഏകാധിപതി എന്ന് വിളിച്ചോളൂ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോ ഡോക്ടറാണ് പറഞ്ഞത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കൊഗ്നിറ്റീവ് ടെസ്റ്റ് നടത്താം, എന്നിട്ട് നമുക്ക് വിമർശകരുടെ ഒക്കെ വായ അടുപ്പിക്കാം എന്നുള്ളത്. അങ്ങനെ പുള്ളി ടെസ്റ്റ് നടത്തി. ടെസ്റ്റിന് പുള്ളി പാസ്സായി. പുള്ളിക്ക് ബുദ്ധി ഉണ്ട് എന്നുള്ളത് സയന്റിഫിക്കലി തെളിയിച്ചിരിക്കുകയാണ്. ബുദ്ധി ഉണ്ട് എന്നുള്ളത് ആദ്യമായിട്ട് തെളിയിച്ച ഒരു ലോക രാഷ്ട്രത്തിലെ നേതാവായിരിക്കും ട്രംപ് എന്നാണ് എനിക്ക് പറയാനുള്ളത്.